തന്റെ പണം മോഷ്ടിച്ച സ്ത്രീകളെ പിന്തുടർന്ന് പിടികൂടി പോലീസിലേൽപ്പിച്ച് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. KSRTC ബസ്സിൽ യാത്ര ചെയ്യവേ ബാഗിൽ നിന്ന് പണം കവർന്ന സ്ത്രീകളെയാണ് കൊല്ലം നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലജ സുരേഷ് പിടികൂടിയത്. ഇവരിൽ നിന്ന് പണവും കണ്ടെടുത്തു. ബസ് ഇറങ്ങുന്ന സമയത്ത് ബാഗ് താഴോട്ട് എടുക്കുമ്പോൾ ബാഗിൻ്റെ സിബ് തുറന്ന് കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് പൈസ, റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരുന്ന പൈസ മോഷണം പോയതായിട്ട് കണ്ട് അപ്പോൾ തന്നെ ഒരു ഓട്ടോയിൽ, അവിടെ കച്ചേരിമുക്കിലുള്ളൊരു ഓട്ടോയിൽ കയറിയിട്ട് ആ ബസ്സിന് പുറകെ പോയി. നല്ല ട്രാഫിക് ആയിരുന്നെങ്കിലും ആ ഓട്ടോ ഡ്രൈവർ കാര്യമായിട്ട് ഓടിച്ച് എന്തായാലും അവിടെ ചെന്ന് ട്രാഫിക് പോലീസിനോട് ഞാൻ വിവരം പറഞ്ഞ്, അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ് പൊയ്ക്കോളൂ, കുറേ പോലീസ് വന്നോളൂ എന്ന് പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ ഇവർ ബസ്സിനകത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോയിൽ കയറി പോകാനായിട്ട്. അപ്പോൾ എനിക്കിവരെ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോഴത്തേക്കും ഞാൻ ഓട്ടോയിൽ നിന്ന് പിടിച്ച് വെളിയിലേക്ക് ഇറക്കി ചോദിക്കുമ്പോൾ ഇവർ പൈസ എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ഇവരുടെ ഈ സാരിയുടെ ഇടയ്ക്ക് നിന്ന് പൈസ താഴെ വീണു. തമിഴ്നാട് സ്വദേശികളായ സെൽവി, മകൾ അധിനി എന്നിവരാണ് കൊട്ടാരക്കര പോലീസിന്റെ പിടിയിലായത്. ഇത്തരത്തിലുള്ള സ്ത്രീകളെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇവർ വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെയാണ് വാഹനങ്ങളിലും നമ്മുടെ ബസ്സുകളിലൊക്കെ കയറാറുള്ളത്. ഇന്ന് ഇപ്പോൾ കൊട്ടാരക്കര ചന്തമുക്കിൽ വെച്ചാണ് ഈ ഇൻസിഡന്റ് ഉണ്ടായിരിക്കുന്നത്. പരാതിക്കാരി തന്നെ സ്ത്രീയുടെ സംശയം തോന്നി അവരെ പിന്തുടരുകയും കൈയോടെ പിടിക്കുകയും ചെയ്യുകയായിരുന്നു ഉണ്ടായത്. എത്ര പണം നഷ്ടപ്പെട്ടെ? അവരുടെ 53,000 രൂപ അതിനകത്തുണ്ടായിരുന്നു. 10,000 രൂപയാണ് സ്ത്രീകൾ എടുത്തത്. എസ് വിനീഷ് ചേരുന്നു വിവരങ്ങളുമായി. വിനീഷ്, ഇവിടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒരു ധീരത തന്നെയാണ് ഈ പ്രതികളെ, മോഷ്ടാക്കളെ പിടികൂടാൻ കാരണമായത്. ഇങ്ങനെ പതിവായി ബസ്സുകളിൽ കയറിയിറങ്ങി മോഷണം നടത്തുന്ന നാടോടി സ്ത്രീകളാണോ പിടിയിലായ രണ്ടുപേരും? തീർച്ചയായും ടോം, ഇത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ ജലജ സുരേഷിന്റെ പണമാണ് അപഹരിച്ചത്. കഴിഞ്ഞ ദിവസം ഇവർ KSRTC ബസ്സിൽ വരികയായിരുന്നു. ബസ്സിൽ വെച്ചാണ് ഈ മോഷ്ടാക്കൾ പണം അപഹരിച്ചത്. ഇവരുടെ ബാഗിൽ നിന്നും പണം കവരുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഉടൻ തന്നെ ഇവരെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. ഇവർ കൊട്ടാരക്കരയിൽ ഇറങ്ങുകയും മറ്റൊരു ഓട്ടോയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്തായിരുന്നു ഈ പണം നഷ്ടമായ വിവരം തിരിച്ചറിഞ്ഞ് നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒരു ഓട്ടോയിൽ ഇവരെ പിന്തുടർന്നെത്തിയത്. ഉടൻ തന്നെ ഇവരെ പിടികൂടുകയായിരുന്നു. ഇവർ ആദ്യം കുറ്റം സമ്മതിക്കാൻ തയ്യാറായില്ല, പണം എടുത്തിട്ടില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. പക്ഷേ പിന്നീട് ഇവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ ഇവരുടെ ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിൽ ഈ പണം നിലത്ത് വീഴുകയും ചെയ്തു. അങ്ങനെയാണ് പോലീസിൽ വിവരം അറിയിക്കുന്നതും പോലീസ് ഇവരെ പിടികൂടുകയും ചെയ്യുന്നത്. നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ തമിഴ്നാട് സ്വദേശികളായ രണ്ടുപേരാണ്. അമ്മയും മകളുമാണ് ഈ ഒരു കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത്. പോലീസിന്റെ ലിസ്റ്റിലുള്ളവരാണ് ഇവർ. ഈ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ പോലീസിന്റെ മുന്നറിയിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറെ നാടോടി സ്ത്രീകളുടെ, അതുപോലെ ഈ മോഷണവുമായി ബന്ധപ്പെട്ട് കുറെ സ്ത്രീകളുടെ ലിസ്റ്റ് പോലീസ് പുറത്തുവിടാറുണ്ട്. അത്തരത്തിലുള്ള ലിസ്റ്റ് പുറത്തുവിട്ടതിലും ഇവരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. കൊട്ടാരക്കര ഗണപതി ക്ഷേത്ര ഇവരുടെ എല്ലാം ഇവർ കുറെ നാളുകളായി കേരളത്തില്, പ്രത്യേകിച്ച് കൊല്ലം, കൊട്ടാരക്കര ഉൾപ്പെടുന്ന മേഖലകളില് തമ്പടിച്ച് ഇതേ രീതിയിൽ മോഷണം നടത്തുന്നുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതോടൊപ്പം അറിയേണ്ടത്, ഇവരെ കൂടാതെ, ഈ നിലവിൽ പിടിയിലായ ഈ നാടോടി സ്ത്രീകളെ കൂടാതെ കൂടുതൽ പേർ തമിഴ്നാട്ടിൽ നിന്നടക്കം കേരളത്തിലേക്ക് ഈ മോഷണത്തിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ടോ? തീർച്ചയായും അത്തരത്തിലുള്ളൊരു അന്വേഷണം നടക്കുന്നുണ്ട്. കാരണം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നിർദ്ദേശത്തിൽ സ്പെഷ്യൽ ടീം തന്നെയുണ്ട് ഈ മോഷ്ടാക്കളെ പിടികൂടാനായിട്ട്. പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ പിടിയിലായവരെ ചോദ്യം ചെയ്തപ്പോൾ ഇവർ സംസ്ഥാനത്ത് തന്നെ വിവിധ സ്റ്റേഷനുകളിൽ ഇവർ ഈ മോഷണക്കുറ്റവുമായി ബന്ധപ്പെട്ട് കേസ് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ പേരുകൾ വ്യക്തമല്ല. ഇവർ പല സ്റ്റേഷനിലും പല പേരുകളാണ് പറയുന്നത്. ഇതെല്ലാം ഇവരുടെ ഒരു മോഷണത്തിന്റെ രീതിയായിട്ട് തന്നെയാണ് പോലീസ് കരുതുന്നതും. എന്തായാലും ഈ കൊല്ലം ചെങ്കോട്ട ദേശീയ പാതയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നിന്നും നിരവധി ഇത്തരത്തിലുള്ള മോഷ്ടാക്കൾ എത്താൻ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അതിർത്തിയിൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. എന്തായാലും ഇവരെ പിടികൂടിയതിനു ശേഷം ഇവരുടെ ചോദ്യം ചെയ്തത് കൂടി നിർണായക വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. യെസ് വിനീഷ്, ഇതിന് മുൻപ് ഏതെങ്കിലും കവർച്ചാ കേസുകളിൽ, മോഷണ കേസുകളിൽ ഇവർ പിടിക്കപ്പെട്ടിട്ടുള്ളവരാണോ? നേരത്തെ വിനീഷ് സൂചിപ്പിച്ചതുപോലെ പോലീസിൻ്റെ ഒരു ലിസ്റ്റിലുള്ളവരാണ്. സാധാരണ ഈ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ ആ സ്ഥലങ്ങളിൽ, ഉത്സവ പറമ്പുകളിലെത്തി കവർച്ച നടത്തുക, ബസ്സുകളിൽ കയറി സ്ത്രീകളുടെ
സ്വർണവും പണവുമൊക്കെ അപഹരിക്കുക. അതിനപ്പുറം കൂടുതൽ കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണ് രണ്ടുപേരും. ടോം, അറിയാൻ കഴിയുന്നത് ഇവർ മോഷണമാണ് ഇവരുടെ ഒരു തൊഴിൽ മോഷണം മാത്രമാണ്. ഇവർ ഇങ്ങനെ KSRTC ബസ്സുകൾ കേന്ദ്രീകരിച്ച് യാത്ര ചെയ്യുന്നു, കൊല്ലം ചെങ്കോട്ടയായിട്ട് യാത്ര ചെയ്യുന്നു. അങ്ങനെ ഈ ബസ്സിൽ നിന്നും പണം അപഹരിക്കുന്നതാണ് ഇവരുടെ ഒരു രീതി. പണം അപഹരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവർ തൊട്ടടുത്ത സ്റ്റേഷനിൽ ഇറങ്ങുകയും ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുകയും ഉടൻ തന്നെ ഓട്ടോയിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഇവർക്ക് ഉള്ളത്. അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇവർ പിടിയിലായിട്ടുമുള്ളത്. എന്തായാലും ഇവരെക്കുറിച്ച് കൂടുതൽ കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇവരോടൊപ്പം മറ്റ് ആരെങ്കിലും ഈ മോഷണവുമായി ബന്ധപ്പെട്ട് സംഘങ്ങൾ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നതും ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. കേട്ടോ, വ്യക്തമാണ്. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.